ഭയം അതൊരു താക്കോലാണ്. മനസ്സിൻ്റെ അസാധ്യ തലങ്ങളിലേക്കുള്ള താക്കോൽ. അത് ജനലിൻ്റെ അരികിൽ നിൽപ്പുണ്ട്. പുറത്തുനിന്നുള്ള വെളിച്ചത്തിൽ അതിൻ്റെ നിഴൽ ജനാലയിലൂടെ കാണാം. അത് അവളായിരിക്കും. കാറ്റ് ഇളക്കി പറത്തിയ പനങ്കുലമുടിയുമായി ഇടയ്ക്കിടെ ഇവിടേക്കെത്തുന്നവൾ. ഞാൻ നന്ദു. ഈ മുറിക്കുള്ളിൽ ഞാൻ ശ്വാസമടക്കിയിരിക്കുകയാണ്. പുറത്തിറങ്ങുവാൻ യാതൊരു മാർഗവുമില്ല. നിലവിളിക്കാൻ ശബ്ദമുയരുന്നില്ല. തന്നെ കേൾക്കാനോ സഹായിക്കാനോ ഇവിടെയെങ്ങും ആരുമില്ല. മറ്റു മുറികളെല്ലാം അകലെയാണ്. നിലവിളിച്ചിട്ടും കാര്യമില്ല. ഇനി രാത്രി പുലരാൻ മണിക്കൂറുകൾ അവശേഷിക്കുന്നു. വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ നിന്നും കൺപീലികളിലേക്ക് ഒഴുകിയിറങ്ങി. കണ്ണുകൾ ഇറുക്കി അടച്ചപ്പോൾ കൺപോളകൾക്കിടയിൽ നേർത്ത നീറ്റലുണ്ടാക്കി അത് കൺകൂണിലൂടെ ഒഴുകിയിറങ്ങി. നന്ദു മെല്ലെ കൈകൾ ചലിപ്പിച്ചു. പതിയെ ശബ്ദമുണ്ടാക്കാതെ ചെരിഞ്ഞു കിടന്ന് ബെഡ്ഷീറ്റ് ചെറുതായി ഉയർത്തി തല ചെരിച്ച് അതിനിടയിലൂടെ നോക്കി. അത് ജനലിനരികിൽ നിൽപ്പുണ്ട്. ഭയത്തോടെ മിടിക്കുന്ന ഹൃദയവുമായി കിടന്നുകൊണ്ട് അവൻ ആ രൂപത്തെ വീണ്ടും നോക്കി. ജനൽപ്പാളിയുടെ അപ്പുറത്ത് പാറിക്കളിക്കുന്ന മുടിയിഴകളുമായി ആ കറുത്ത നിഴൽ അതുപോലെ നിൽക്കുന്നുണ്ട്. തോമസ് ആൽവിൻ. അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നന്ദുവിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം അവന് തന്നെ കേൾക്കാവുന്ന ശബ്ദത്തിൽ പിടച്ചുകൊണ്ടിരുന്നു. ഇരുട്ടിൽ ചീവീടുകളുടെ ശബ്ദത്തിനൊപ്പം നായ്ക്കൾ മത്സരിച്ച് കൂവിക്കൊണ്ടിരുന്നു. അവൻ കണ്ണുകൾ തുറിച്ചു പിടിച്ചു. തൻ്റെ ശരീരം തൻ്റെ നിയന്ത്രണത്തിൽ അല്ലാത്തതുപോലെ ഒരു ഭാരക്കുറവ്. ശരിയാണ്, ഈ കാഴ്ച ഒരു താക്കോലാണ്. ഭയത്തിൻ്റെ വാതിൽ തുറക്കുവാനുള്ള താക്കോൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പുതിയ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കഥകളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനായി ലൈക്ക് ബട്ടൺ അമർത്തുക. പുതിയ കഥകൾ എപ്പോഴും നേരിട്ട് നിങ്ങളുടെ അടുത്തെത്താനായി ബെല്ലൈക്കൺ അമർത്തുക. തുടരുന്നു. തൻ്റെ ചെറു ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ വലിയ സ്വപ്നങ്ങളെ കൂടെ കൂട്ടിയാണ് താൻ പുറപ്പെട്ടത്. മരങ്ങൾ നിറഞ്ഞ വലിയ കോളേജ് ക്യാമ്പസ്, പച്ച പുതച്ച വലിയ മുറ്റത്ത് ആ വലിയ കെട്ടിടം നിവർന്നു നിന്നു. അതിനു പിന്നിൽ അല്പം അകലെയാണ് കോളേജ് ക്യാൻറ്റീൻ. അതിനും പിന്നിൽ മെൻസ് ഹോസ്റ്റൽ. അടുത്തടുത്തായി 3 കെട്ടിടങ്ങൾ. ഹോസ്റ്റൽ റൂമിലേക്ക് നടക്കുകയാണ് താൻ. പിന്നിൽ നിറയെ മരക്കൂട്ടങ്ങളുള്ള അവസാന കെട്ടിടത്തിൽ പണി പൂർത്തിയാക്കാത്ത പായൽ പിടിച്ച വലിയ പില്ലറുകൾ തലയിൽ ചുമന്നു നിൽക്കുന്ന ആ വലിയ കെട്ടിടത്തിൻ്റെ 1ാം നിലയിൽ പടികൾ കയറി ഇടനാഴിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും അറ്റത്തെ കതകിന് മുന്നിൽ നിന്ന് താൻ കിതച്ചു. കട്ടിയുള്ള കണ്ണട വെച്ച ഒരുവൻ വാതിൽ തുറന്നു. ഹായ്, പുതിയ ആളാണല്ലേ? വാ. ഞാൻ തോമസ് ആൽവിൻ. അവൻ സ്വയം പരിചയപ്പെടുത്തി. കിതപ്പിനിടയിലും നന്ദു ചിരിച്ചു. വാ. കമ്പിയിട്ട് നിരയൊപ്പിച്ച പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് തോമസ്
നന്ദുവിൻ്റെ വലിയ ബാഗെടുത്ത് അകത്തേക്ക് വെച്ചു. അല്പം മടിയോടെ നന്ദു അകത്തേക്ക് കടന്നു. ജനൽപ്പടിയുടെ വശങ്ങളിൽ ബീഡിക്കുറ്റികൾ ചിതറിക്കിടന്നിരുന്നു. അത് കുത്തിക്കെടുത്തിയ കറുത്ത പൊട്ടുകൾ ചുവരിൽ ധാരാളമായി കാണാമായിരുന്നു. മറ്റുള്ളവർ ഇതിനോടകം പറഞ്ഞു കേട്ടത് ശരിയാണെന്ന് തോന്നും വിധം ആ മുറിയുടെ അന്തരീക്ഷം തോന്നിപ്പിച്ചു. മറ്റുള്ളിടത്തെല്ലാം തിരക്കാണല്ലോ. ഇവിടെ മാത്രം ആർക്കും വേണ്ട. തോമസ് ചിരിച്ചു. അതെന്താണ് അങ്ങനെ? ജനൽപ്പടിയിൽ നിന്നും നോട്ടമെടുക്കാതെ നന്ദു ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. ഞാൻ നോക്കിയിട്ട് ഇതാണ് സൗകര്യം. ആരുടെയും ശല്യമില്ലല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവായിരുന്നു. താൻ വരുന്നോ? ഒരു ചായ കുടിക്കാം. തോമസ് ക്ഷണിച്ചു. പിന്നെ വെള്ളം തീർന്നു, അതെടുക്കണം. നന്ദു മുറിയുടെ മൂലയ്ക്ക് ബാഗുകൾ അടുക്കി വെച്ചു. അതെടുത്തോ. ഷർട്ടിൻ്റെ ബട്ടണുകളിട്ട് തോമസ് പറഞ്ഞു. നന്ദു സ്റ്റീൽ ജഗ് കയ്യിലെടുത്തു. വാതിൽ പൂട്ടി അവർ നീണ്ട ഇടനാഴിയിലൂടെ നടന്നു. തൊട്ടടുത്ത മുറികളിലേക്ക് നോക്കി നന്ദു ചോദിച്ചു. തോമസ് തന്നെയാണോ ഇവിടെ? അതെ, പണി തീർന്ന 2 മുറികളേ ഉള്ളൂ. മറ്റേ മുറിയിൽ താമസിക്കാൻ വന്നവരൊക്കെ മാറിപ്പോയി. ഇനി ആരെങ്കിലും വരുമായിരിക്കും. അവർ പടികളിറങ്ങി ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. ക്യാൻറ്റീനിനുള്ളിൽ കടന്നപ്പോൾ എല്ലാവരും തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് നന്ദു കണ്ടു. തോമസ് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. 2 ചായ. ചായ ഓർഡർ ചെയ്ത് അവൻ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പോയി. നന്ദു ഒഴിഞ്ഞ ഒരു ബെഞ്ചിനരികിലിരുന്നു. എടാ നന്ദു, അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അഖിൽ ചിരിച്ചു. തൻ്റെ നാട്ടുകാരനാണ് അഖിൽ. ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. നീ എപ്പോൾ വന്നു? കുറച്ചു മുമ്പ്. റൂം കിട്ടിയോ? കിട്ടി. ഫസ്റ്റാണോ സെക്കൻഡാണോ? അല്ല, അതിനും അപ്പുറത്ത്. എവിടെ? പുതിയ പണിതുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിങ്ങില്ലേ, അത്. ഏത്? ഡാർക്ക് റൂമോ? മനസ്സിലാകാത്തതുപോലെ നന്ദു അഖിലിനെ നോക്കി. ദാ ആ പുള്ളിക്കാരൻ്റെ കൂടെ. നന്ദു കുറച്ചകലെയുള്ള കൂട്ടത്തിലേക്ക് കൈ ചൂണ്ടി. അഖിൽ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഏത്? തോമാച്ചൻ്റെ കൂടെയോ? ആ. ഇടം കണ്ടിട്ട് തോമസിനെ നോക്കിക്കൊണ്ട് അഖിൽ തുടർന്നു. എടാ, നിനക്ക് വേറെ റൂമൊന്നും കിട്ടിയില്ലേ? അവിടെ തൽക്കാലം താമസിക്കാൻ പറഞ്ഞു. അത് വേണ്ടാന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ശേ, ഞാനിവിടെ ഇല്ലാതെ പോയി. എന്താ പ്രശ്നം? എടാ, അവൻ ഫുൾ ടൈം കഞ്ചാവാന്നാ പറയുന്നേ. നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. റൂമിൽ ബീഡിക്കുറ്റിയൊക്കെ ഉണ്ട്. അത് കഞ്ചാവാ? അതേന്ന്. നീ വേഗം അവിടുന്ന് മാറാൻ നോക്ക്. അവൻ്റെ കൂടെ പോയാൽ നിന്റെ കാര്യം കട്ട പുകയാ. അവൻ ചെയ്യുന്നതിനും കൂടെ നീ സമാധാനം പറയേണ്ടി വരും. മുമ്പ് അവൻ്റെ കൂടെ താമസിച്ചവരെല്ലാം ഓടി രക്ഷപ്പെട്ടതാ. അവൻ രാത്രി പുറത്തിറങ്ങി നടക്കും. അതെന്താ? അതാ പറഞ്ഞത്, കഞ്ചാവല്ലേ. ബോധമില്ലാത്ത സമയത്ത് ചിരിക്കും, കരയും, ചിലപ്പോൾ തനിച്ചിരുന്ന് സംസാരിക്കും. രാത്രി റൂമിൻ്റെ വാതിലടയ്ക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ഹോസ്റ്റൽ വാർഡൻ പോലും അങ്ങോട്ട് പോകില്ല. അയാളെ ഒരിക്കലും അവൻ പേടിപ്പിച്ച് ഓടിച്ചതാ. വാർഡനാണെങ്കിൽ ഇപ്പം രാത്രി പുറത്തിറങ്ങാൻ തന്നെ പേടിയാ. ആണോ? അബദ്ധമായോ? ചായ മൊത്തി കുടിച്ചുകൊണ്ട് നന്ദു അഖിലിനെ നോക്കി. ആയോന്ന്. അബദ്ധമാണ്. അഖിൽ കുറച്ചു നേരം ആലോചിച്ചു. ഞാനൊരു കാര്യം ചെയ്യാം. അവിടുന്ന് വേറെ എവിടെയെങ്കിലും മാറാനുള്ള സംവിധാനമൊക്കെ നോക്കാം. എവിടെയെങ്കിലും സ്ഥലമുണ്ടോയെന്ന് ഒന്നുകൂടെ ഞാൻ അന്വേഷിക്കാം. എന്തിനാ മാറുന്നതെന്ന് അവൻ നിന്നോട് ചോദിച്ചാൽ നീ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി, കേട്ടോ? തോമസ് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. അഖിൽ ചിരിച്ചു. തോമാച്ച, ഇത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ. ആഹാ, എങ്കിൽ നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോൾ വരാം. അവൻ ധൃതിയിൽ പുറത്തേക്ക് പോയി. കണ്ട അവൻ ബീഡി വാങ്ങാൻ പോയതാ. തീർക്കാൻ ഒരു പരാതി കൊടുത്താ പലതവണ കൊടുത്തതാ. അവൻ്റെ മുറി പരിശോധിച്ചതുമാണ്. പക്ഷേ ഒരു തെളിവുമില്ല. അവൻ അതെവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കൈയോടെ പിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് അതൊരു ആരോപണമായിട്ട് നിൽക്കുക. പക്ഷെ നന്നായിട്ട് പഠിക്കും. വന്നപ്പോൾ എന്തൊരു പാവമായിരുന്നു. ഒരു ദൂശീലം ഉണ്ടായിരുന്നില്ല.
ആ മുറിയില്ലേ, അതിനപ്പുറവും ഇപ്പുറമൊക്കെ ആളുകൾ ആദ്യം താമസിച്ചിരുന്നതാ. ഇവൻ രാത്രി ഇറങ്ങി നടക്കും. പലരും ഇവനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. അവൻ്റെ ഈ സ്വഭാവം കാരണം എല്ലാവരും അവിടെ നിന്ന് മാറി. നിനക്ക് എല്ലാ കാര്യത്തിലും ഒരു കണ്ണ് വേണം കേട്ടോ. നന്ദു ഭയന്നു. അഖിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ പേടിക്കണ്ട, 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അതുവരെ നീ ഒന്ന് പിടിച്ചു നിൽക്കുക. അഖിലേ വാടാ. ഇതാ വരുന്നു. ഞാൻ പോട്ടെ, രാത്രി കഴിക്കാൻ വരുമ്പോൾ കാണാം. ചായ കുടിച്ചിറക്കി നന്ദു ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് കറക്കിക്കൊണ്ട് ക്ലോക്കിലെ സൂചിയിലേക്ക് നോക്കിയിരുന്നു. പോയാലോ? നന്ദു ഞെട്ടിത്തിരിഞ്ഞു. വാടോ, താനെന്തായി ചിന്തിച്ചിരിക്കുന്നേ? അവർ ഇറങ്ങി നടന്നു. തോമാച്ചോ ഓയ്. ആ സാവുവേ. മുകളിലത്തെ നിലയിൽ നിന്നും വിളി കേട്ട് തലയുയർത്ത് നോക്കി കൈപീശി തോമാച്ചൻ മുന്നോട്ട് നടന്നു. ജഗ്ഗിലെ വെള്ളം തുളുമ്പിപ്പോകാതെ ശ്രദ്ധിച്ച് നന്ദുവും പിന്നാലെ നടന്നു. 2 കെട്ടിടങ്ങളും പിന്നിട്ട് അവർ 3-ാമത്തെ കെട്ടിടത്തിൻ്റെ പടികൾ കയറി ഇരുണ്ട ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. അവൻ എന്താ പറഞ്ഞത്? ആര്? അഖില്. ഞങ്ങൾ ഓരോ വിശേഷമൊക്കെ പറഞ്ഞു. അതല്ല, എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പാവമാണെന്ന് പറഞ്ഞു. തോമസ് തിരിഞ്ഞു നോക്കി. കണ്ണടയ്ക്കുള്ളിൽ വലിയ കൃഷ്ണമണികൾ തിളങ്ങി. ഞാൻ കഞ്ചാവാണെന്ന് പറഞ്ഞില്ലേ? നന്ദു ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു. റൂം തുറന്ന് അവർ അകത്തേക്ക് കയറി. അത് മേശപ്പുറത്ത് വെച്ചേരെ. നിനക്കെന്ത് തോന്നി കൂട്ടുകാരാ? ജനൽപ്പടിയിലെ ചിതറിക്കിടക്കുന്ന ബീഡിത്തുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു മിണ്ടാതെ നിന്നു. ശരിയാണ്, ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു കഞ്ചാവോലിക്കാരനാണെന്ന് തോന്നുന്നു അല്ലേ? അവൻ ചിരിച്ചു. ജനാലപ്പടിയിൽ ബീഡി പൊതിവെച്ച് ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ച് ചുവരിലെ ആണിയിൽ തൂക്കി അവൻ കസേര വലിച്ചിട്ട് മുന്നിലെ ടേബിളിലെ പുസ്തകം തുറന്നു. അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. നന്ദു തോമസ് തൻ്റെ മനസ്സിലുള്ളത് വായിച്ചറിഞ്ഞ ജാള്യതയോടെ ബാഗുകൾ തുറന്ന് പുസ്തകങ്ങളും ഷർട്ടുമെല്ലാം കബോർഡിനുള്ളിലേക്ക് തിരുകി ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ച് തൻ്റെ കട്ടിലിലേക്ക് കിടന്നു. ജനാലക്കരികിലെ തോമസിൻ്റെ കട്ടിലിനടിയിലേക്ക് അവൻ്റെ നോട്ടമെത്തി. അതിനിടയിൽ ചുരുട്ടിവെച്ച പുല്ലുപായ. ഇതാരുടെയാ? എന്ത് ഈ പായ? എൻ്റെയാ. തോമസ് പുസ്തകത്തിൽ നിന്നും തലയുയർത്താതെ പറഞ്ഞു. കട്ടിലിൽ കിടന്നുകൂടെ? എനിക്കത് അറിയാൻ ഇഷ്ടം. സമയം കടന്നുപോയി. രാത്രി അത്താഴത്തിന് അവർ ക്യാൻറ്റീനിലേക്ക് നടന്നു. മെസ്സിലെ ഡെസ്കിൽ താളം പിടിക്കുന്നവർ, സ്റ്റീൽ പാത്രത്തിൽ നോക്കി മുഖം മിനുക്കിയിരിക്കുന്നവർ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ പലരും തങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്ദു കണ്ടു. ഒരത്ഭുത ജീവിയെപ്പോലെ അവർ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരാൾ തന്നെ കാത്തു നിൽക്കുന്നത് പോലെ വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. തോമാച്ചൻ അകത്ത് തിരക്കിട്ട ചർച്ചയിലാണ്. എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്തുനിന്ന് ഒഴിവായിക്കും. എന്താ ചേട്ടാ പ്രശ്നം? നീ വലിയൊരു കെണിയിലാണ്. അവൻ്റെ റൂംമേറ്റായി ഇതിനു മുമ്പ് കഴിഞ്ഞ പലരും പറഞ്ഞ പല കഥകളും ഇവിടെ എല്ലാവർക്കും അറിയാം. അവന് മന്ത്രശക്തിയോ ഏതാണ്ടൊക്കെ കൂടോത്രമുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നീ സൂക്ഷിക്കണം. നന്ദു അയാളുടെ നേരെ നോക്കി. അവൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ നീ കണ്ടോ? ഇല്ല. സൂപ്പർ നാച്ചുറൽ അല്ലേ? അത് സംബന്ധിച്ച ഒരുപാട് പുസ്തകങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. ഓജോ ബോർഡ് അടക്കം. അവനതെല്ലാം പരീക്ഷിക്കാറുമുണ്ടെന്നാണ് പറയുന്നത്. ദി എക്സോസിസ്റ്റ്, വില്യം പീറ്റർ ബ്ലാറ്റി എഴുതിയ ഒരു പുസ്തകമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അങ്ങനെ ഒരെണ്ണമുണ്ട്. ആ പുസ്തകം അവൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് പ്രചോദനം കിട്ടിയെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അവൻ്റെ മുറിയിൽ നിന്ന് രാത്രി സംസാരം കേൾക്കാറുണ്ട്. ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഇതൊക്കെയാണ്
അവനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ. എന്തായാലും നീ സൂക്ഷിക്കണം. എനിക്കങ്ങനൊന്നും തോന്നിയില്ല. തോമസ് വളരെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. നീ വന്നതല്ലേ ഉള്ളൂ, ഒന്ന് കരുതിയിരുന്നു. അയാൾ വരാന്തയിൽ നിന്നും ഇറങ്ങി അരണ്ട വെളിച്ചത്തിലൂടെ നടന്നുപോയി. ഒരു നിശ്വാസത്തോടെ നന്ദു അത് നോക്കി നിന്നു. പോയാല? തോമസ് പിന്നിൽ നിന്ന് ചിരിച്ചു. എന്നിട്ട് പടികൾ ഇറങ്ങി നടന്നു. നന്ദു യാന്ത്രികമായി അവനെ അനുഗമിച്ചു. പാദരക്ഷകൾ ഉയർത്തിവിട്ട ഇടനാഴിയിലെ ശബ്ദം അവനെ ഭയപ്പെടുത്തി. കറണ്ട് പോയി. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വലിയ ആരവം കേൾക്കുന്നുണ്ട്. നന്ദു തിരിഞ്ഞു നോക്കി. നിനക്ക് പേടിയുണ്ടോ? തോമസ് ആൽവിൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. ഉണ്ടല്ലേ. ദൂരെ എവിടെയോ ജനറേറ്റർ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കാം. എന്നെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നിനക്ക് കിട്ടിയില്ലേ? അവൻ പറഞ്ഞു തന്നില്ലേ നിന്നോട്? അതെങ്ങനെ? തോമാച്ചൻ അകത്തായിരുന്നില്ലേ? ഞാൻ എല്ലാം കേൾക്കും. നന്ദു നടുങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്. ഇയാൾക്കെന്തോ അമാനുഷിക ശക്തിയുണ്ട്. വാതിൽ തുറക്കുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് മൂക്കിൽ നിന്നും പവർ ഗ്ലാസ് അല്പം ഉയർത്തി അവൻ നന്ദുവിനെ നോക്കി. ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ലൈറ്റ് തെളിച്ചു. താക്കോൽ മേശപ്പുറത്ത് വെച്ച് തോമസ് നന്ദുവിനെ ക്ഷണിച്ചു. വാ പറയാ. നന്ദു അകത്തേക്ക് കയറി വാതിൽ ചാരി. അത് വേണ്ട. തോമസ് ആൽവിൻ നന്ദുവിനെ തടഞ്ഞു. അത് തുറന്നു കിടക്കട്ടെ. ഒരാജ്ഞാശക്തി ഉണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിന്. നന്ദു വാതിൽ തുറന്നിട്ടു. ഇടനാഴിയിലെ ഇരുട്ട് വാതിലിനു മുന്നിൽ നിറഞ്ഞു നിന്നു. മുറിയിലെ ബൾബിൻ്റെ വെളിച്ചം കുറഞ്ഞു വന്നു. ഫിലമെൻ്റ് ചെറുതായി എരിഞ്ഞുകൊണ്ടിരുന്നു. പഴയൊരു ജനറേറ്ററിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബൾബ് ഇങ്ങനെ കത്തു. അവൻ വലിയ മെഴുകുതിരി ലൈറ്റർ ഉപയോഗിച്ച് തെളിച്ചു. അത് മേശയുടെ മുകളിൽ വെച്ചു. ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകാത്തതെന്താ? ഞാൻ വന്നപ്പോൾ മുതൽ ഇതിനുള്ളിലാണ്. ഈ സ്ഥലത്ത് കെട്ടിടം പണി പൂർത്തിയാകാതെ കിടക്കാൻ ഒരു കാരണമുണ്ട്. എന്താണത്? തോമസ് കസേര വലിച്ചിട്ടിരുന്നു. ഇതൊരു യക്ഷിപ്പറമ്പാണ്. പുറത്തെ മരം കണ്ടില്ലേ? മേശയ്ക്ക് മുന്നിലെ ജനൽപ്പാളിക്കിടയിലൂടെ നന്ദു പുറത്തേക്ക് നോക്കി. ആടിയുലയുന്ന വൃക്ഷത്തലപ്പുകൾ ജനാലയ്ക്കൊപ്പം ഉയർന്നു നിൽക്കുന്നു. ദാ അതിലാണ് അവള് തൂങ്ങി മരിച്ചത്. ആര്? ഈ പറമ്പിന്റെ അവകാശി. ആ തറവാട് നിന്നിടത്താണ് ഈ കെട്ടിടം നിൽക്കുന്നത്. നന്ദു പകപ്പോടെ തോമസിനെ നോക്കി. തോമസിന് ഇതെങ്ങനെ അറിയാം? തോമസ് മുഖമുയർത്താതെ പറഞ്ഞു. അവള് പറഞ്ഞതാ. നന്ദു ഭീതിയോടെ ചുറ്റും നോക്കി. ചെറുതായി കാറ്റടിച്ചു. മുറിയുടെ വാതിൽ ഞരങ്ങി. തോമാച്ച, വെറുതെ പേടിപ്പിക്കരുത്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എവിടുന്ന് താമസം മാറ്റിക്കോളൂ. തോമസ് നന്ദുവിനെ സൂക്ഷിച്ചു നോക്കി. കമ്പിയിട്ട ദന്തനിരകൾക്ക് മുകളിലൂടെ അവൻ നാക്കൊഴിഞ്ഞു. വാതിൽ വീണ്ടും ഞരങ്ങി. ഇടനാഴിയിലെ ഇരുട്ടിലേക്ക് നന്ദു നോക്കി. ചിലപ്പോൾ അവള് ഇവിടെ വരാറുണ്ട്. ദാ ആ മൂലയിലിരിക്കും. തോമസ് മുറിയുടെ മൂലയിലേക്ക് കൈ ചൂണ്ടി. നന്ദു വിറയലോടെ അവിടേക്ക് നോക്കി. കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക, അതാ നല്ലത്. പ്രതീക്ഷിച്ചിരുന്നാ പേടിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഉറക്കം വരുന്നെങ്കിൽ കിടന്നോളൂ, ഞാൻ ഉറങ്ങാൻ വൈകും. വാതിലടയ്ക്കണ്ടേ? വേണ്ട. തോമസ്
മേശവലിപ്പിൽ നിന്നും ഒരു പുസ്തകമെടുത്ത് മെഴുകുതിരിയുടെ വെളിച്ചത്തിലേക്ക് തുറന്നു. പിന്നെ കഴുത്തിലെ കുരിശുമാല ഊരി മേശപ്പുറത്ത് വെച്ച് അയാൾ കസേരയിൽ ചാരിയിരുന്നു. നന്ദു കുറച്ചു നേരം അവിടെ തന്നെ തറഞ്ഞു നിന്നു. തോമസ് ആൽവിൻ ഗൗരവത്തിൽ ബുക്കിലെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുകയാണ്. താനിത് എവിടെയാണ് വന്നിരിക്കുന്നത്? നന്ദു ഭയത്തോടെ ഓർത്തു. തണുത്ത കാറ്റ് ഉള്ളിലേക്ക് കടന്നു വന്നു. നന്ദു ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ച് കട്ടിലിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് പുതപ്പ് തലവഴി മൂടി. പുതപ്പിനുള്ളിലൂടെ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പുറം തിരിഞ്ഞിരിക്കുന്ന തോമസിനെ അവൻ കണ്ടു. വാതിൽ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഭയത്തോടെ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ദൂരെ എവിടെയോ കാലൻ കോഴി കൂവി. തണുപ്പ് കൂടിക്കൂടി വരികയാണ്. നന്ദു മെല്ലെ കണ്ണുകൾ തുറന്നു. തലയിൽ നിന്നും മെല്ലെ പുതപ്പ് താഴ്ത്തി. മുറിയിൽ മങ്ങിയ വെളിച്ചമുണ്ട്. കതക് ഞരങ്ങി. അവൻ അവിടേക്ക് നോക്കി. വാതിലിനരികിലെ കട്ടിലിൽ ജനലിന് നേരെ തിരിഞ്ഞിരുന്ന് ബീഡി ആസ്വദിച്ചു വലിക്കുകയാണ് തോമാച്ചൻ. അരണ്ട വെളിച്ചത്തിൽ പുകച്ചുരുളുകൾ ഉയർന്നത് കാണാം. അയാൾ വലിക്കുന്നതനുസരിച്ച് ചുവന്ന വെളിച്ചം തെളിയുകയും മങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. നന്ദു അത് നോക്കി കുറച്ചു നേരം കിടന്നു. വാതിൽ തുറന്നു കിടക്കുകയാണ്. കാറ്റത്ത് അത് ഇടയ്ക്കിടയ്ക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. മേശയ്ക്ക് പുറകിലെ ജനലിലൂടെ ചിതറി വീഴുന്ന അരണ്ട ചന്ദ്രപ്രകാശത്തിൽ മരച്ചില്ലകൾ ഇളകിയാടുന്നത് കാണാം. ബീഡിവലി അവസാനിപ്പിച്ച് അയാൾ അതിൻ്റെ കുറ്റി ജനലിൻ്റെ അരികിൽ കുത്തിക്കിടത്തി. ഭിത്തിയിലൂടെ ഊർന്ന് താഴേക്ക് വീണ തീപ്പൊരി കട്ടിലിനടിയിലേക്ക് ചിതറി. തലചിരിച്ച് പതിയെ അങ്ങോട്ട് നോക്കിയ നന്ദു നടുങ്ങി. കട്ടിലിനടിയിൽ നിന്നും ഒരു കൈത്തണ്ട പുറത്തേക്ക് കിടക്കുന്നു. ഒരു നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. കട്ടിലിനടിയിൽ വിരിച്ച പായയിൽ കിടക്കുന്ന തോമസ് ആൽവിനെ നന്ദു നടുക്കത്തോടെ കണ്ടു. കട്ടിലിലിരുന്ന ഇരുണ്ട രൂപം എഴുന്നേറ്റ് നിന്നു. നന്ദുവിന് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. പാതി അടച്ചുപിടിച്ച കണ്ണുകളിലൂടെ അവൻ അതിനെ നോക്കി. അത് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. വിറയലോടെ ആ രൂപത്തെ നോക്കിക്കൊണ്ട് അവൻ പുതപ്പ് മൂക്കിന് മുകളിലേക്ക് വലിച്ചു വെച്ച് ശ്വാസമടക്കി പിടിച്ചു. ഹൃദയം ദ്രുതഗതിയിൽ പിടച്ചുകൊണ്ടിരുന്നു. ആ രൂപം അത് മെല്ലെ തിരിഞ്ഞു. അവൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് പതിയെ നീങ്ങി വന്നു. അതിൻ്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ചെറിയ തിളക്കം ആ ഇരുട്ടിൽ കാണാമായിരുന്നു. പാതിയടച്ച കൺപോളകൾക്കിടയിലൂടെ രണ്ട് കട്ടിലുകളുടെയും മധ്യത്തിൽ പിന്നിൽ നിന്നും ജനൽ വഴി കടന്നു വരുന്ന നേർത്ത പ്രകാശത്തിൽ ഏകദേശം 6 അടിയിലേറെ ഉയരമുള്ള ആ ഇരുണ്ട രൂപം അവനെ തുറിച്ചു നോക്കിക്കൊണ്ടു നിന്നു. നന്ദുവിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. വിളി കേട്ട് അവൻ കണ്ണുകൾ തുറന്നു. മുന്നിൽ കമ്പിയിട്ട പല്ലുകൾ പുറത്തേക്ക് കാണിച്ച് തോമസ് ചിരിച്ചു. ചുണ്ടിന് മുകളിൽ ചൂണ്ടുവിരൽ അമർത്തി തോമസ് ചോദിച്ചു, എന്താടാ കിടന്നലർന്ന്? കിതപ്പടക്കി നന്ദു അവനോട് ചോദിച്ചു, താനിന്നല്ലേ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉറങ്ങിയില്ലേ? ഉറങ്ങിയല്ലോ. തനിക്കെന്താ പറ്റിയത്? നന്ദു കൈകൾ രണ്ടും പിന്നിലേക്ക് കുത്തി കട്ടിലിൽ നിവർന്നിരുന്നു. തോമസിന്റെ കട്ടിലിനടിയിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പായയിലേക്ക് അവൻ തുറിച്ചു നോക്കി. ഇടം കണ്ണിട്ട് അതിലേക്ക് നോക്കിയിട്ട് തോമസ് ചോദിച്ചു, പേടിച്ചോ? താനിന്നലെ കട്ടിലിനടിയിലാണോ കിടന്നത്? തോമാച്ചൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി ഉണ്ടായി. അല്പനേരം ആലോചിച്ചിട്ട് അവൻ നന്ദുവിൻ്റെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ച്, നീ കണ്ടു അല്ലേ അയാളെ? ഭയം നിഴലിച്ച കണ്ണുകളുമായി നന്ദു അവനെ തുറച്ചു നോക്കി. ജനാലയുടെ പടിയിലെ ബീഡിക്കുറ്റികൾ പെറുക്കിയെടുത്ത്
പേപ്പറിൽ ചുരുട്ടി വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടുകൊണ്ട് തോമസ് ആൽവിൻ മേശപ്പുറത്ത് ഉരുകിത്തീർന്ന മെഴുകുതിരിയുടെ ബാക്കി നഖങ്ങൾ കൊണ്ടിളക്കി. ആ പിന്നെ ഇന്ന് അവധിയല്ലേ, ഞാനൊന്ന് വീട്ടിൽ വരെ പോയിട്ട് വന്നാലൊന്ന് ആലോചിക്കുക. ഏ നന്ദു നടുക്കത്തോടെ തോമസിനെ നോക്കി. ബാഗിലേക്ക് തുണികൾ ഓരോന്നായി അടുക്കി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനേ വൈകുന്നേരം വരാം. പിന്നെ ഇവിടെ കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട. പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അവർ നിനക്ക് പുതിയ പേരിടും, അത്രേ ഉള്ളൂ. എന്തു പേര്? കഞ്ചാവ്. നന്ദു കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. കൈകൾ കെട്ടി മേശയിലേക്ക് ചാരി മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തുടർന്നു. നാളിതുവരെ ഒരു ബീഡി പോലും ഞാൻ വലിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിന്നും അതിൻ്റെ മണം വരും. അടുത്ത റൂമുകളിൽ താമസിച്ചവർക്ക് രാത്രി അങ്ങനെ തോന്നിയെന്ന്. അത് ഞാനല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? ഇവിടെ ഒരാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞ എന്നെ എല്ലാവരും കൂടി ചേർന്ന് കഞ്ചാവ് വലിച്ചപ്പോൾ തോന്നിയ തോന്നലാണെന്ന് പറഞ്ഞ് കളിയാക്കി. മുറി പരിശോധിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല. റൂംമേറ്റായി ഇവിടെ പലരും വന്നെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ ആരും ഇവിടെ നിൽക്കാറില്ല. മേശ തുറന്ന് വാച്ചെടുത്ത് കയ്യിൽ കെട്ടിക്കൊണ്ട് തോമസ് ചിരിച്ചു. നന്ദു അയാളുടെ തോളിൽ പിടിച്ചു. ഈ പേടിക്കണ്ട, ഞാൻ വൈകുന്നേരം വരാം. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ വീട്ടിലേക്ക്. ഈ വാതിലെന്താണ് അടയ്ക്കാത്തത്? അടച്ചിട്ടെന്താ കാര്യം, അതുകൊണ്ട് തുറന്നിടും. നന്ദു ഭയത്തോടെ വാതിലിലേക്ക് നോക്കി. തനിക്ക് ഭയമില്ലേ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. തോമസ് ആൽവിൻ കട്ടിയുള്ള കണ്ണടയെടുത്ത് മുഖത്ത് ധരിച്ചു. ആരാണ് ഈ അയാൾ? എനിക്കറിയത്തില്ല. പക്ഷേ അയാൾ വരുന്ന ദിവസം എനിക്ക് മനസ്സിൽ തോന്നും. അന്നേരം ഈ പായയിലാണ് എൻ്റെ കിടത്തം. ഒരു കവർ ബീഡി വാങ്ങി ജനൽപ്പടിയിൽ വെച്ചാൽ മതി, സമാധാനമായിട്ട് ഉറങ്ങാം. നന്ദു ഭയത്തോടെ ചുവരിൽ ബീഡിക്കുറ്റികൾ കുത്തിക്കെടുത്തിയ കറുത്ത പാടുകളിലേക്ക് നോക്കി നിന്നു. ഞാൻ പോയിട്ട് വരാം. അവർ ഒന്നിച്ച് പുറത്തേക്കിറങ്ങി. ഇടനാഴിയിൽ കൂടി ബാഗ് തോളിലിട്ട് തോമസ് ആൽവിൻ നടന്നകന്നു. നന്ദു വാതിലിൽ നിന്ന് അത് നോക്കി നിന്നു. വൈകിട്ട് വരില്ലേ? അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. രാവിലെ ഭക്ഷണത്തിന് മുന്നിലിരുന്നെങ്കിലും വിശപ്പ് തോന്നിയില്ല. കഴിച്ചുവെന്ന് വരുത്തി അവൻ ഇറങ്ങി നടന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം മുറി പൂട്ടി പേരിന് ഒരു ബുക്കും കയ്യിലെടുത്ത് ക്യാമ്പസിലെ മരച്ചുവട്ടിൽ വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടി. ആ മുറിയിലേക്ക് പോകാൻ ഭയം തോന്നി തുടങ്ങി. സമയം കടന്നു പോകും തോറും ഭയം വർദ്ധിച്ചു വന്നു. സൂര്യബിംബത്തിന് ചുവപ്പ് നിറം വർദ്ധിച്ചിരിക്കുന്നു. സന്ധ്യ കടന്നു വരികയാണ്. തോമസ് ആൽവിൻ ഇതുവരെ വന്നില്ല. അത്താഴത്തിന് മുന്നിൽ മിടിക്കുന്ന ഹൃദയത്തോടെ അവനിരുന്നു. ചുറ്റും നടക്കുന്നതൊന്നും കേൾക്കാൻ കഴിയാത്ത വണ്ണം തലച്ചോറിനുള്ളിൽ ഒരു മൂളൽ അനുഭവപ്പെട്ടു. കഴിച്ചുവെന്ന് വരുത്തി ഇരുട്ടു വീണ വഴിയിലൂടെ മുറിയിലേക്ക് നടന്നു. അകലും തോറും ഹോസ്റ്റലിലെ ആരവം കുറഞ്ഞു വന്നു. ഇരുട്ടു പടർന്ന് ഇടനാഴി കടന്ന് മുറി തുറന്നു. മങ്ങിയ വെളിച്ചം പടർന്ന ബൾബിന് ചുവട്ടിൽ വിറയ്ക്കുന്ന ശരീരവുമായി കുറച്ചുനേരം അവൻ അനങ്ങാതെ നിന്നു. ഭയം മനസ്സിനെ മുറുക്കുകയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന തോമസ് ആൽവിൻ്റെ കിടക്കയിലേക്ക് ഭയത്തോടെ നോക്കി. നനുത്ത കാറ്റ് വാതിലിനെ ചെറുതായി ഇളക്കിക്കൊണ്ട് കടന്നു വന്നു. അവൻ അതിനു നേരെ നോക്കി. അടച്ചാലോ? മെല്ലെ നടന്ന് വാതിലിനരികിലെത്തി പുറത്തെ ലൈറ്റ് തെളിച്ചു. വാതിൽ ചേർത്തടച്ചു.
പക്ഷേ അകത്തുനിന്നും ലോക്ക് ചെയ്യാൻ അതിന് ബോൾട്ടുകൾ ഉണ്ടായിരുന്നില്ല. പുറത്തെ കാറ്റിന് ശക്തി കൂടി. അത് കതകിനെ ഉള്ളിലേക്ക് ശക്തിയായി തള്ളിക്കൊണ്ടിരുന്നു. മുറിയിലെ തടിക്കസേര നിരക്കി നീക്കി വാതിലിനോട് ചേർത്ത് വെച്ചു. വാച്ചിൽ നോക്കി. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. മേശവലിപ്പിൽ നിന്നും പരതിയെടുത്ത തടിച്ച മെഴുകുതിരി കത്തിച്ച് മേശയിൽ ഉറപ്പിച്ചു. ആ മുറി സുരക്ഷിതമായിട്ട് നന്ദുവിന് തോന്നിയില്ല. അസ്വസ്ഥമായ മനസ്സുമായി അവൻ കട്ടിലിരുന്നു. തോമസിന്റെ കട്ടിലിനടിയിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പായ അവൻ്റെ കണ്ണിലുടങ്ങി. അവൻ അത് കയ്യിലെടുത്തു. ഇവിടെ എത്തിയ ദിവസം മുതൽ ഈ സമയം വരെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണമായ കാര്യങ്ങൾ ഓരോന്നായി നന്ദു ഓർത്തെടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ തൻ്റെ ഈ കട്ടിലിനടിയിൽ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ശരീരവും മനസ്സുമായി താൻ കിടക്കുകയാണ്. ശക്തമായ ഒരു ഇടിമുഴക്കം കെട്ടിടത്തെ കുലുക്കി. ഇടയ്ക്കിടെ ജനലിലേക്ക് ചിതറി വീഴുന്ന വെളിച്ചം കുറച്ചു നേരത്തേക്ക് മുറിയെ പ്രകാശിപ്പിച്ചു. കട്ടിലിൽ നിന്നും താഴേക്ക് കിടക്കുന്ന ബെഡ്ഷീറ്റിനടിയിലൂടെ വീണ്ടും തലചിരിച്ച് അവൻ നോക്കി. മങ്ങിയ ചില്ലിനപ്പുറം ആ നിഴൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ദൂരെ എവിടെയോ നായ ഉറക്ക കൂവിക്കൊണ്ടിരുന്നു. മേശപ്പുറത്ത് കത്തിയെരിയുന്ന മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവൻ ചുറ്റും കണ്ണോടിച്ചു. പുറത്ത് ശക്തമായി കാറ്റടിക്കുന്നു. മേശയ്ക്ക് പിന്നിലെ ജനാല ചില്ലുകളിൽ മരച്ചില്ലകൾ ആടിയുലയുന്നത് കാണാം. മുറിയിൽ താൻ തനിച്ചാണെന്നുള്ള ചിന്ത ഉള്ളിലെ ഭയത്തെ മുറുക്കിക്കൊണ്ടിരുന്നു. വിറയാർന്ന ശരീരത്തോടെ അവൻ ശ്വാസമടക്കി. പുറത്തെ ഇടനാഴിയിൽ നിന്നും ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. താഴെ നിന്നും പടികൾ കയറി വരുന്നത് പോലെ. തോമസ് ആൽവിൻ, അവൻ വരുന്നുണ്ട്. വീണ്ടും വാതിലിനോട് ചേർന്നിരിക്കുന്ന ജനലിനു നേരെ അവൻ നോക്കി. ആ രൂപത്തെ ഇപ്പോൾ അവിടെ കാണാനില്ല. അവനറിയാതെ ഒരു നിശ്വാസമുയർന്നു. പുറത്തുനിന്നും അടക്കിപ്പിടിച്ച ഒരു തേങ്ങൽ ശബ്ദമുയർന്നു. ചെവി പട്ടം പിടിച്ച് നന്ദു അനങ്ങാതെ കിടന്നു. വാതിൽ കുലുങ്ങി. ഞെട്ടലോടെ അവൻ അതിന് നേർക്ക് പാളി നോക്കി. ചുറ്റും നിശബ്ദത പരന്നു. ഇത്തവണ ശക്തിയായി വാതിൽ കുലുങ്ങി. വാതിലിന് പിന്നിലിരുന്ന തടിക്കസേര ആടിയുലഞ്ഞു. കട്ടിലിനടിയിൽ നിന്ന് കസേരയിലേക്ക് തുറച്ചു നോക്കിയ നന്ദു കൈകാലുകൾ മരവിക്കുന്നതായി തിരിച്ചറിഞ്ഞു. ഹൃദയം പെരുമ്പറ മുഴക്കി. വാതിലിന് പിന്നിലെ കസേര മെല്ലെ നിരങ്ങി നീങ്ങുവാൻ തുടങ്ങി. വാതിൽ ഞരങ്ങി. അതെ, കതക് മെല്ലെ തുറക്കുകയാണ്. തുറന്നു വരുന്ന വാതിലിലേക്ക് ഇറുക്കിപ്പിടിച്ച കൺപോളകൾക്കിടയിലൂടെ നന്ദു നോക്കി. പുറത്തെ ബൾബിൻ്റെ അരണ്ട വെളിച്ചം വാതിലിൻ്റെ വിടവിലൂടെ കടന്നു വന്നു. തുറന്നു വന്ന വാതിലിന് മുന്നിൽ ഒന്നുമില്ല. പുറത്തെ ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൻ്റെ അതിരുകൾ ഇരുട്ടിൽ ലയിച്ചു കിടന്നു. പടി കയറിയെത്തുന്ന ചുവടുകളുടെ ശബ്ദം അടുത്തു വരികയാണ്. പകുതി തുറന്നു കിടന്ന വാതിലിലേക്ക് നന്ദു സൂക്ഷിച്ചു നോക്കിക്കിടന്നു. പെട്ടെന്ന് പ്രകൃതി നിശബ്ദമായി. തൻ്റെ ഹൃദയതാളം നന്ദുവിന് കേൾക്കാമായിരുന്നു. പൊടുന്നനെ തുറന്നു കിടന്ന വാതിലിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. നടുക്കത്തോടെ താൻ ഇന്നലെ കണ്ട രൂപമാണതെന്ന് നന്ദു തിരിച്ചറിഞ്ഞു. അതുള്ളിലേക്ക് ഒഴുകി വന്നപ്പോൾ രൂക്ഷമായൊരു ഗന്ധം മുറിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഈ മുറിയിൽ അതാരെയോ തിരയുകയാണ്.
ശക്തമായി ഇടിമുഴങ്ങി. പെട്ടെന്ന് വെളിച്ചമണഞ്ഞു. കണ്ണുകൾ മുറുക്കിയടച്ച് ശ്വാസമടക്കി അവൻ കിടന്നു. കട്ടിൽ ഞരങ്ങി. ഭയത്താൽ കണ്ണിൽ ഇരുട്ട് കയറുവാൻ തുടങ്ങി. എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല. കുറേയേറെ സമയത്തിന് ശേഷം അവൻ കണ്ണുകൾ തുറന്നു. വാതിൽ കാറ്റത്ത് ഇളകിക്കൊണ്ടിരുന്നു. ചെവി വട്ടം പിടിച്ച് പരിസരം ശ്രദ്ധിച്ചു. മഴ തോർന്നിരിക്കുന്നു. തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. ബെഡ്ഷീറ്റിനടിയിലൂടെ അവൻ എല്ലായിടവും നോക്കി. അരണ്ട വെളിച്ചം മുറിക്കുള്ളിൽ തങ്ങി നിന്നു. ഇല്ല, അത് പോയി. ധൈര്യം സംഭരിച്ച് കട്ടിലിനടിയിൽ നിന്നും അവൻ മെല്ലെ പുറത്തേക്ക് ഇഴഞ്ഞിറങ്ങി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ നിവർന്നു നിന്നു. നനുത്ത കാറ്റ് ഉള്ളിലേക്ക് കടന്നു വന്നു. വാതിൽ ചെറുതായി ഞരങ്ങി. ശബ്ദമുണ്ടാക്കാതെ വാതിലിന് നേരെ അവൻ ചെന്നു. മെല്ലെ കതക് ചേർത്തടച്ച് ഒരു നെടുവീർപ്പോടെ അവനതിൽ ചാരി നിന്നു. കണ്ണുകൾ അടച്ചു. അടക്കിപ്പിടിച്ച ഒരു തേങ്ങൽ ശബ്ദമുയർന്നു. നടുക്കത്തോടെ അവൻ മുറിയുടെ മൂലയിലേക്ക് നോക്കി. അവിടെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ച് തല കുമ്പിട്ടിരിക്കുന്ന ഒരു സ്ത്രീരൂപം. നിലവിളിയോടെ അവൻ വാതിലിനോട് പറ്റിച്ചേർന്നു. അടുത്ത നിമിഷം പിന്നിൽ വാതിൽ വിറച്ചു. അത് തള്ളി തുറക്കാൻ എന്നതുപോലെ ശക്തിയായി കുലുങ്ങിക്കൊണ്ടിരുന്നു. സർവശക്തിയും സംഭരിച്ച് കതക് തള്ളിപ്പിടിച്ച് നന്ദു ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. കതക് ചവിട്ടി തുറക്കപ്പെട്ടു. നന്ദു മുന്നിലേക്ക് കമിഴ്ന്നു വീണു. തല ഇരുട്ടിലെവിടെയോ ശക്തിയായി ഇടിച്ചു. എഴുന്നേക്ക്. നന്ദു കണ്ണുകൾ തുറന്നു. കറങ്ങുന്ന സീലിംഗ് ഫാനാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതിൻ്റെ ചുവട്ടിലേക്ക് ആൽവിൻ തോമസിൻ്റെ ചിരിക്കുന്ന മുഖം നീണ്ടുവന്നു. അവൻ പതർച്ചയോടെ ചുറ്റും നോക്കി. ഞാൻ രാവിലെ വരുമ്പോൾ നീ ബോധമില്ലാതെ മുറിയിൽ കിടക്കുകയാണ്. കസേരയെ തലയിടിച്ചതെന്ന് തോന്നുന്നു. 3 സ്റ്റിച്ചുണ്ട്. നന്ദു കൈകൾ ഉയർത്തി നെറ്റിയിൽ തൊട്ടു. രാവിലെ മേടിച്ച ചായ തണുത്തു. ഞാനൊരു ചൂട് ചായ മേടിച്ചു തരാം. പാത്രമെടുത്ത് തോമസ് തിരിയുമ്പോൾ നന്ദു അഖിൽ മുറിയിലേക്ക് കടന്നു വന്നു. ആ, കൂട്ടുകാരൻ വന്നല്ലോ. നിങ്ങൾ സംസാരിക്കേ. തോമസ് പുറത്തേക്ക് ഇറങ്ങി നടന്നു. കട്ടിലിനരികിലിരുന്ന് അഖിൽ ചോദിച്ചു, വേദന കുറവുണ്ടോ? നന്ദു ചെറുതായി തലയിളക്കി. ഒരു മരവിപ്പ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ കിടന്നാൽ പണി കിട്ടുമെന്ന്. ഇപ്പോഴെങ്ങനെയുണ്ട്? നിനക്ക് ഞങ്ങളുടെ അടുത്തേക്ക് പോന്നാൽ പോരായിരുന്നോ? തനിച്ചെന്തിനാ അങ്ങോട്ട് പോയത്? ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. നിനക്ക് വേറെ റൂം ശരിയാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ തോമസ് ആൽബിൻ അവനോ? അവനോടും അവിടുന്ന് മാറാൻ പറഞ്ഞതാ. അവനത് തന്നെ മതിയെന്ന്. ഭ്രാന്തൻ. അല്ലെങ്കിലും അവനുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഒരു പ്രത്യേക സ്വഭാവമാണ്. അവൻ ഇത്തരം കാലം അവിടെയല്ലേ കിടന്നേ. കിടക്കട്ടെ നീ. അവൻ്റെ ഒരു സോഡ ഗ്ലാസും പിന്നെ വലിയ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് നേരത്തെ വന്നായിരുന്നു. അപ്പം നീ നല്ല ഉറക്കമായിരുന്നു. അവനാണെങ്കിൽ കണ്ണും തുറപ്പിച്ച് പിടിച്ച് ഇവിടെ ഇരിക്കുക. ഞാനപ്പോൾ പോയി ഡോക്ടറെ കണ്ടു. ക്ഷീണമൊന്നുമില്ലെങ്കിൽ നാളെ പോകാമെന്നാ ഡോക്ടർ പറഞ്ഞത്. തലയ്ക്ക് പരിക്ക് പറ്റിയതല്ലേ, അതുകൊണ്ട് ഒബ്സർവേഷന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാനെ. എന്നാലും എന്താടാ പറ്റിയത്? ഇരുട്ടത്ത് കാല് തട്ടി വീണതാ. അങ്ങനെ പറയാനാണ് നന്ദുവിന് തോന്നിയത്. ശരിക്കും
അതേ നീ ഓട്ടെ, നീ റെസ്റ്റ് എടുക്ക്. മേശപ്പുറത്തെ ആരോഗ്യമാസികയുടെ പേജുകൾ മറിച്ചു നോക്കിക്കൊണ്ട് അഖിലിരുന്നു. നന്ദു ആശ്വാസത്തോടെ അഖിലിനെ നോക്കി ചിരിച്ചു. പിന്നെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കിടന്നു. ഓർമ്മകൾ തികട്ടി വന്നു. എന്താണ് ഇന്നലെ കണ്ടത്? ഇതൊക്കെ സത്യമാണോ? അതോ ഭയത്തിൻ്റെ ഫലമായി മനസ്സ് തനിക്ക് കാട്ടിത്തന്ന മിഥ്യയോ? അങ്ങനെയെങ്കിൽ ഭയം ഒരു താക്കോലാണ്. മനസ്സിൻ്റെ അസാധ്യ തലങ്ങളിലേക്ക് തുറന്നു കയറാനുള്ള ഒരു താക്കോൽ.